അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 30 വ്യാഴാഴ്ച. റിച്ചാർഡ് ആറ്റംബറോ സംവിധാനം ചെയ്ത് 1982 പുറത്തിറങ്ങിയ ഗാന്ധി എന്ന സിനിമ ഇറങ്ങുന്നതുവരെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തിന് അറിയില്ലായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാത്മാഗാന്ധി ഒരു മഹാത്മാവായിരുന്നുവെന്നും അദ്ദേഹത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിരുന്നില്ലേ എന്നും ചോദിച്ച മോദി, മഹാത്മാഗാന്ധിയെക്കുറിച്ച് ആദ്യമായി ലോകത്തിന് ആകാംക്ഷയുണ്ടായത് ഗാന്ധി എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോഴാണെന്നും അത് നമ്മളല്ല ചെയ്തതെന്നും പറഞ്ഞു. മാർട്ടിൻ ലൂഥർ കിങ്ങിനേക്കാളും നെൽസൺ മണ്ടേലയേക്കാളും ഒട്ടും ചെറുതല്ല മഹാത്മാഗാന്ധിയെന്നും ഇത് നിങ്ങൾ അംഗീകരിച്ചേ മതിയാകൂവെന്നും ലോകമാകെ സഞ്ചരിച്ചതിന് ശേഷമാണ് ഞാനിത് പറയുന്നതെന്നും ABP ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു. ഗാന്ധി സിനിമ ഇറങ്ങുന്നതുവരെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തിന് അറിയില്ലായിരുന്നുവെന്ന മോദിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. അന്ധകാരത്തിനെതിരെ പോരാടാൻ ലോകത്തിന് മുഴുവൻ ശക്തി നൽകിയ സൂര്യനാണ് മഹാത്മാഗാന്ധിയെന്നും അനീതിക്കെതിരെ നിലകൊള്ളാൻ ഏറ്റവും ദുർബലനായ വ്യക്തിക്ക് പോലും ധൈര്യം നൽകുന്ന സത്യത്തിന്റെയും അഹിംസയുടെയും രൂപത്തിൽ ബാപ്പു ലോകത്തിന് ഒരു പാത കാണിച്ചു കൊടുത്തുവെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. എന്നാൽ ശാഖകളിൽ ലോകവീക്ഷണം നേടുന്നവർക്ക് ഗാന്ധിജിയെ മനസ്സിലാക്കാൻ കഴിയില്ലെന്നും അവർ ഗോഡ്സെയെ മനസ്സിലാക്കുകയും ഗോഡ്സെയുടെ പാത പിന്തുടരുമെന്നും അദ്ദേഹത്തിന് ഒരിക്കലും ശാഖ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും രാഹുൽ പറഞ്ഞു. മാർട്ടിൻ ലൂഥർ കിങ്ങും നെൽസൺ മണ്ടേലയും ഐൻസ്റ്റീനും മഹാത്മാജിയുടെ ജീവിതത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടവരായിരുന്നുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. RSS പ്രവർത്തകർക്ക് മഹാത്മാഗാന്ധിയുടെ ദേശീയത അറിയില്ലെന്നും അവരുടെ പ്രത്യയശാസ്ത്രം സൃഷ്ടിച്ച അന്തരീക്ഷമാണ് നാഥുറാം വിനായക് ഗോഡ്സെയെ കൊണ്ട് മഹാത്മാഗാന്ധിയെ കൊല്ലിച്ചതെന്നും മഹാത്മാഗാന്ധിയുടെ പൈതൃകം നശിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ കുറിച്ചു. ഗാന്ധിജിയുടെ പാരമ്പര്യം ആരെങ്കിലും തകർത്തിട്ടുണ്ടെങ്കിൽ അത് സ്ഥാനമൊഴിയാൻ പോകുന്ന പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹത്തിന്റെ സർക്കാരാണ് വാരാണസിയിലും ഡൽഹിയിലും അഹമ്മദാബാദിലുമുള്ള ഗാന്ധിയൻ സ്ഥാപനങ്ങൾ നശിപ്പിച്ചതെന്നും ജയറാം രമേശ് കുറിച്ചു. 1982 മുമ്പ് ലോകം ഗാന്ധിജിയെ അറിഞ്ഞിരുന്നില്ലേ? ടൈം മാഗസിൻ 1930 മാൻ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്ത ഗാന്ധിജിയായിരുന്നു അവരുടെ 1931 ജനുവരി 5 ലക്കത്തിന്റെ കവർ ചിത്രം. 1969 ഗാന്ധിജിയുടെ ജന്മശതാബ്ദിയായപ്പോഴേക്കും 40ഓളം രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. ലോക്സഭ ലൈബ്രറിയിൽ അദ്ദേഹത്തെക്കുറിച്ച് വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച 2000-ലേറെ പുസ്തകങ്ങളുണ്ട്. 1930 ദണ്ഡി യാത്രയോടെ തന്നെ ലോക പ്രശസ്തിയിലേക്ക് ഉയർന്ന ഗാന്ധിജിയെ കാണാൻ ലണ്ടനിലും മറ്റും ജനക്കൂട്ടം ഒഴുകിയെത്തി. ലോകത്തിലെ പ്രശസ്തമായ മിക്ക മാധ്യമങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേക ലേഖകരെ ചുമതലപ്പെടുത്തിയിരുന്നു. പേമാരിയിൽ മുങ്ങി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളമുയർന്നതോടെ ജനം തീരാ ദുരിതത്തിലായി. തിരുവനന്തപുരം ജില്ലയിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചൊവ്വാഴ്ചയുണ്ടായ മേഘ വിസ്ഫോടനത്തെ തുടർന്ന് വലിയ വെള്ളപ്പൊക്കമുണ്ടായ കൊച്ചിയിൽ ഇന്നലെയും കനത്ത മഴയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളം കയറിയ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിലേക്ക് ഇന്നലെ പെയ്ത ശക്തമായ മഴ മൂലം വീണ്ടും വെള്ളം കയറി. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ ഇന്നെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 31-ന് എത്തിച്ചേരുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. തീരദേശത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ അടുത്ത ഒരാഴ്ച മഴയ്ക്കും വ്യാപകമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂൺ 2 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടെ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ജനജീവിതം സ്തംഭിപ്പിച്ചു. തിരുവനന്തപുരത്തും കൊച്ചിയിലും കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കൊച്ചി കളമശ്ശേരിയിൽ നിന്ന് ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടുകളിൽ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. തീരമേഖലകളിലും ഇടനാടുകളിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നുമാണ് മുന്നറിയിപ്പ്. അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് സംസ്ഥാന തലത്തിലും അംഗൻവാടി തലത്തിലും നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രവേശനോത്സവം മാറ്റി. കുട്ടികൾ അംഗൻവാടിയിൽ വരേണ്ട പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും വനിതാ ശിശുക്ഷേമ വകുപ്പ് അറിയിച്ചു. വേനലവധി കഴിഞ്ഞ് കുട്ടികൾ അംഗൻവാടിയിലും സ്കൂളിലുമടക്കം പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് മഴ ശക്തമായി തുടരുന്നത്.
അധികൃതർക്കും പൊതുജനങ്ങൾക്കുമെതിരെ വിമർശനവുമായി ഹൈക്കോടതി. കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചു. വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ ജനങ്ങളെയും കുറ്റം പറയണമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കാനയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. ഇന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ നാളെ വീണ്ടും വരുമെന്നതാണ് അവസ്ഥ. ജനങ്ങൾ ഇതുപോലെ ചെയ്താൽ എന്തു ചെയ്യുമെന്നും ഹൈക്കോടതി ചോദിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൺസൾട്ടൻസി പേരിൽ വൻതോതിൽ അഴിമതി നടന്നു എന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളെന്ന് രമേശ് ചെന്നിത്തല. 2016-19 കാലഘട്ടത്തിൽ അബുദാബിയിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് PwC, SNC ലാവ്ലിൻ തുടങ്ങിയ കമ്പനികൾ വൻതോതിൽ പണം നിക്ഷേപിച്ചു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SFIO അന്വേഷണം നടത്തുന്നു എന്നാണ് പുറത്തുവന്നിട്ടുള്ള വിവരം. സത്യസന്ധമായി അന്വേഷിച്ചാൽ എല്ലാ വിവരങ്ങളും പുറത്തുവരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് സ്റ്റേഷനെ ടെറസ് സ്ഥലമാക്കേണ്ട കാര്യമില്ലെന്ന് കോടതി. ആലത്തൂരിൽ അഭിഭാഷകനോട് പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയ സംഭവത്തിൽ പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് ആരാണ് പോലീസിനോട് പറഞ്ഞത്? അധികാരമില്ലാത്ത ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ആവാം എന്ന് കരുതരുതെന്നും കോടതി പറഞ്ഞു. പോലീസ് നടപടികളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് എങ്ങനെ ജോലി തടസ്സപ്പെടുത്തലാകുമെന്നും കോടതി ചോദിച്ചു. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തത് ഗുരുതര വീഴ്ചയാണെന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചതെന്നും KPCC അന്വേഷണ സമിതി വിലയിരുത്തി. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കളെ അന്വേഷണ സമിതി നേരിട്ട് കാണും. മെയ് 7-നായിരുന്നു പ്രസ്തുത വിവാഹ സൽക്കാരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ പ്രാദേശിക നേതാക്കൾ പങ്കെടുത്തത്. ചിത്രങ്ങളടക്കം മാധ്യമങ്ങളുടെ പുറത്തുവന്നതിന് പിന്നാലെ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലെ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. സെഷൻസ് കോടതിയുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകുമെന്ന് പ്രതിഭാഗം അറിയിച്ചു. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ വന്ദന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായി ജോലി ചെയ്യുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത്. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോലീസ് എത്തിച്ച പ്രതി സന്ദീപ് ഡോക്ടർ വന്ദനയെ കുത്തിക്കൊല്ലുകയായിരുന്നു. വിഷു ബമ്പറിന്റെ 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം വിറ്റുപോയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തൃക്കാർത്തിക എന്ന ഏജൻസിയിൽ നിന്നും. അനിൽകുമാർ എന്ന ഏജന്റിൽ നിന്നും ചില്ലറ വിൽപ്പനക്കാരി ജയ വാങ്ങി വിറ്റ ടിക്കറ്റിനാണ് 12 കോടി അടിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. വിറ്റ ടിക്കറ്റിൽ ഭൂരിഭാഗവും നാട്ടുകാർക്കാണ് വിറ്റതെന്നും പുറത്തുനിന്നുള്ള ചിലരും ടിക്കറ്റ് വാങ്ങിയിരുന്നുവെന്നും ജയ പറഞ്ഞു. യൂട്യൂബർ സഞ്ജയ് ടെക്കിയുടെ ഗതാഗത കുറ്റകൃത്യങ്ങൾ വിശദമായി അന്വേഷിക്കാൻ ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. സഞ്ജു ടെക്കി സ്ഥിരം ഗതാഗത നിയന്ത്രണങ്ങൾ തെറ്റിക്കുന്ന ആളാണെന്നും ഇയാൾക്കെതിരെ ശക്തമായ നടപടി എടുക്കാനാണ് തീരുമാനമെന്നും RTO പറഞ്ഞു. നേരത്തെ ഇയാൾ 17-കാരനെ കൊണ്ട് വാഹനം ഓടിപ്പിച്ച് റീൽ ഉണ്ടാക്കിയിരുന്നു. ഈ കേസിൽ സഞ്ജു ഒന്നാം പ്രതിയായി ജുവനൈൽ കോടതിയിൽ കേസുണ്ട്. 14 വയസ്സുകാരിക്ക് അപൂർവ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി കോട്ടയം മെഡിക്കൽ കോളേജ്. നട്ടെല്ലിനോട് ചേർന്നുള്ള ഭാഗത്തെ ശസ്ത്രക്രിയയാണ് മെഡിക്കൽ കോളേജ് ന്യൂറോ സർജറി വിഭാഗം വിജയകരമാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. വിദ്യാർത്ഥി കൺസെഷന് ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനമൊരുക്കുമെന്ന് KSRTC. 2024-25 അധ്യയന വർഷം മുതൽ KSRTC ബസ്സുകളിലെ വിദ്യാർത്ഥി കൺസെഷൻ ഓൺലൈനിലേക്ക് മാറും. KSRTC യൂണിറ്റുകളിൽ നേരിട്ടെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള തിരക്കും കാലതാമസവും ഒഴിവാക്കുന്നതിനാണ് രജിസ്ട്രേഷൻ ഓൺലൈനിലേക്ക് മാറ്റുന്നത്. +1 മലബാറിൽ അധിക സീറ്റുകൾ അനുവദിച്ചില്ലെങ്കിൽ സർക്കാരിനെ ജനങ്ങൾ താഴെയിറക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സീറ്റ് പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം തേടി മുസ്ലിം ലീഗ് MLA-മാർ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വടക്കൻ കേരളത്തിലെ കളക്ടറേറ്റുകളിലേക്ക് മുസ്ലിം ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി
ഇനി ആഘോഷച്ചിട്ടി. രാജ്യചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി ഡൽഹി. മുങ്കേഷ്പൂർ കാലാവസ്ഥാ നിലയത്തിലാണ് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 52.3 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയത്. രാജ്യ തലസ്ഥാനത്തിന് പുറമെ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും താപനില 50 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 80ഓളം അഭിമുഖങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്താസമ്മേളനങ്ങൾ നടത്തുന്നില്ലെന്ന വിമർശനങ്ങളെ മറികടക്കാൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു മോദിയുടെ നീക്കം. സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോകൾ പ്രചരിപ്പിച്ചാണ് പ്രതിപക്ഷം ഇതിനെ നേരിട്ടത്. ബംഗാൾ, ഹരിയാന, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ CAA പ്രകാരം അപേക്ഷിച്ച ആദ്യഘട്ടത്തിലുള്ളവർക്ക് പൗരത്വം നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ബംഗാളിലെ അവസാനഘട്ട വോട്ടെടുപ്പിന് മുമ്പായാണ് കേന്ദ്ര സർക്കാർ നടപടി. അപേക്ഷകർക്ക് അതത് സംസ്ഥാന എംപവേർഡ് കമ്മിറ്റിയാണ് പൗരത്വം നൽകിയതെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ദൈവമാണെന്ന് കരുതുന്നയാൾ രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ലെന്നും കലാപം ഉണ്ടാക്കാൻ പാടില്ലെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തന്റെ ജനനം ജൈവികമല്ലെന്നും ദൈവഹിതമാണെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തെ പരിഹസിച്ചായിരുന്നു മമതയുടെ പ്രസംഗം. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിനായി ക്ഷേത്രം പണിയാമെന്നും പ്രസാദവും പൂക്കളും മധുരവും നൽകാമെന്നും മമത കൂട്ടിച്ചേർത്തു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ വരവിനെ തുടർന്ന് കന്യാകുമാരി ജില്ലയിൽ കനത്ത സുരക്ഷ. വിവേകാനന്ദ പാറയിലേക്കുള്ള സന്ദർശകരുടെ യാത്രയ്ക്ക് നിയന്ത്രണം. ഇന്ന് വൈകിട്ട് 3:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തുക. ഇന്ന് വൈകിട്ട് മുതൽ ജൂൺ 1 വൈകിട്ട് വരെയാണ് മോദി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുക. ഇന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം പൂർത്തിയാവുന്നതും. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂൺ 1 അവസാനഘട്ട വോട്ടെടുപ്പ്. പരസ്യ പ്രചാരണം പൂർത്തിയാകുന്നത് മുതൽ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാനാണ് മോദിയുടെ തീരുമാനം. കന്യാകുമാരി ഗസ്റ്റ് ഹൌസിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഹെലികോപ്റ്ററിന്റെ ട്രയൽ റണ്ണും ഇന്നലെ നടത്തി. 2000-ലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് CPM തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി K. ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്ത് നൽകി. മോദി ധ്യാനമിരിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും എന്നാൽ രാഷ്ട്രീയ താൽപര്യത്തിന് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് അവസാനിക്കും മുമ്പ് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്നും CPM പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിനുള്ള പരസ്യപ്രചാരണം ഇന്ന് സമാപിക്കും. ശനിയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആകെ 57 മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത്. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും മുഴുവൻ മണ്ഡലങ്ങളും ചണ്ഡീഗഡ് സീറ്റും ഈ ഘട്ടത്തിൽ വിധിയെഴുതും. ഉത്തർപ്രദേശിലും ബംഗാളിലും ബീഹാറിലും ജാർഖണ്ഡിലും ഒഡീഷയിലും അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് ജനവിധി. പ്രജ്വൽ രേവണ്ണ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. ബാംഗ്ലൂരുവിൽ ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. എന്നാൽ കേസ് അടിയന്തരമായി പരിഗണിക്കാൻ കോടതി വിസമ്മതിച്ചു. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ എല്ലാ മാസവും 8,500 രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പോസ്റ്റ് ഓഫീസുകളിൽ സ്ത്രീകൾ കൂട്ടത്തോടെ അക്കൗണ്ട് തുറക്കുന്നു. ബാംഗ്ലൂരുവിലെ ശിവാജി നഗർ, ചാമരാജ്പേട്ട് എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ അക്കൗണ്ട് തുറക്കാനായി എത്തുന്നത്. എയർ ടു സർഫേസ് ആന്റി റേഡിയേഷൻ സൂപ്പർസോണിക് മിസൈൽ രുദ്രം 2 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് ഇത് വികസിപ്പിച്ചത്. സുഖോയ് Su-30 MKI വിമാനത്തിൽ നിന്നാണ് മിസൈൽ പരീക്ഷിച്ചത്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ച് ഇൻസ്റ്റഗ്രാമിൽ ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതിക സജ്ദേയ്ക്ക് സൈബർ ആക്രമണം. എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന ചിത്രം സ്റ്റോറിയായി പങ്കുവച്ചതിന് പിന്നാലെയാണ് ആക്രമണം നേരിട്ടത്. ഇതോടെ ഋതിക ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നീക്കം ചെയ്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ നിന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.